Consumer Protection Act 2019. Consumer Protection Act 2019 is an act passed by the Parliament of India replacing or repealing the old Consumer Protection Act of 1986. ഇതിന് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എപ്പോൾ നിലവിൽ വന്നു എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പറയാം. നമ്മുടെ ആക്ടിന്റെ പേര് ഇതാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഇത് നവംബർ തൊട്ടാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പൊ അന്ന് തുടങ്ങി പഴയ നിയമമായ 86 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിർവീര്യമാവും. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയാണ് ഈ ആക്ട് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സും പ്രിവിലേജസിന്റെയും സംരക്ഷണത്തിന് വേണ്ടി, അതുപോലെ തന്നെ അത് നേടിയെടുക്കാനായിട്ട് ഒരു അതോറിറ്റിയെ നിലവിൽ കൊണ്ടുവരാനും കൺസ്യൂമേഴ്സിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തർക്കങ്ങളും ഗ്രീവൻസസും ഒക്കെ പരിഗണിക്കാനും അതിലൊരു പ്രതിവിധി കണ്ടെത്താനും വേണ്ടിയാണ്. So the act was made, or the act came into existence to provide for the protection of the interest of consumers and to establish authorities for timely and effective administration and settlement of consumers' disputes and for matters connected herewith or incidental thereto. Moving on to the making of the act. As we know, a bill when passed becomes an act. The Consumer Protection Bill was introduced in the Lok Sabha on 8th of July 2019 by the Minister of Consumer Affairs, Food and Public Distribution, Ram Vilas Paswan. It was passed by Lok Sabha on 30th July 2019 and later passed in Rajya Sabha on 6th August 2019. The bill again was moved on to the President, which received its consent or assent from Ramnath Kovind on 9th of August, which was notified in the Gazette the same day. The act came into effect by November 2019. അപ്പോൾ ഇതിൻ്റെ ഒരു മേക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് ലോക്സഭയിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് 8ാം തീയതി ജൂലൈ മാസം 8ാം തീയതി 2019 ഈ ഒരു ബില്ല് ലോക്സഭയിൽ നമ്മുടെ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന്റെ മന്ത്രിയായ രാം വിലാസ് പാസ്വാൻ അത് അവതരിപ്പിച്ചു. അത് അവിടെ നിന്ന് പാസ്സായി. അതായത് 30ാം തീയതി ജൂലൈ അത് പാസ്സാവുകയും അത് രാജ്യസഭയിലോട്ട് പരിഗണിക്കപ്പെടുകയും ചെയ്തു. രാജ്യസഭയിൽ അത് എന്ന് പാസ്സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 6ാം തീയതി പാസ്സായി. ആ ബില്ല് നമ്മുടെ പ്രസിഡന്റിൽ നിന്ന് പാസ്സാവണമല്ലോ. നമ്മുടെ പ്രസിഡന്റായ രാംനാഥ് കോവിന്ദ് അത് ഓഗസ്റ്റ് 9ാം തീയതി പാസ്സാക്കുകയും ആ വിവരം ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അൾട്ടിമേറ്റ്ലി ഈ നിയമം അല്ലെങ്കിൽ ഈ ആക്ട് നവംബർ മുതൽ പ്രാബല്യത്തിൽ ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി. So the new act replaces the old Consumer Protection Act of 1986. Now the motive behind this act, or framing of this act, means naturally the name says to protect the interest, to protect the privileges, to protect the benefits or the rights of the consumers. It is an unavoidable or inevitable act. Why? Because a large number or a lot of complaints are being pending in consumer courts across the country. And this act has the ways and means or the methods by which it can solve the consumer grievances speedily or effectively. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്ക് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്യൂമേഴ്സിന്റെ താല്പര്യങ്ങളെ, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാണല്ലോ ഈ ആക്ട്. പേരും അത് തന്നെയാണല്ലോ പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഉത്തരം കണ്ടെത്താത്ത അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്താത്ത അനവധി കേസുകൾ, കംപ്ലൈൻസുകൾ, പ്രശ്നങ്ങൾ, പരിഹാരം ലഭിക്കാത്ത അനവധി പ്രശ്നങ്ങളും കംപ്ലൈൻസുകളും കേസുകളും നമ്മുടെ രാജ്യത്തൊട്ടാകെയുള്ള കൺസ്യൂമർ കോടതികളിൽ ഇപ്പോഴും പരിഹാരം കാണാതെ കിടക്കുന്നു. അപ്പൊ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായേ മതിയാവും. അൺഅവോയ്ഡബിൾ ആണ്, ഇങ്ങനെ ഒരു ആക്ട് ഉണ്ടായേ മതിയാവും. ഈ ആക്ടിൽ ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കറക്റ്റായിട്ടും ജെനുവിനായിട്ടും ഒത്തുതീർപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഈ ആക്ടിനകത്ത് ഉണ്ട്. Now we are going to the aim of the Consumer Protection Act. അപ്പോൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഒരു എയിം എന്നോ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ആസ് സിമ്പിൾ ആസ് ദാറ്റ്, ടു പ്രൊട്ടക്ട്, ടു സേവ് ദി റൈറ്റ്സ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. അതിനെന്ത് വേണം? ഒരു അതോറിറ്റി വേണം. ആ അതോറിറ്റി സമയാധിഷ്ഠമായിട്ട് കാര്യക്ഷമതയോടെ ഒരു തീർപ്പ് ഉണ്ടാക്കുകയും ചെയ്യണം. എന്തിനു വേണ്ടിയുള്ള തീർപ്പുകളാണ്? കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സിന്റെ തീർപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് ഇങ്ങനെ ചുരുക്കി പറയാം, കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു അതോറിറ്റിയെ സെറ്റപ്പ് ചെയ്യാനും ആ അതോറിറ്റി വഴി സ്പീഡപ്പ് അല്ലെങ്കിൽ ടൈംലി ആൻഡ് ഇഫക്റ്റീവ് സെറ്റിൽമെന്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് നടപ്പാക്കാൻ വേണ്ടി ഒരു അതോറിറ്റിയെ കൂടെ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ആർക്കുണ്ട്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് ഉണ്ട്. Now we go into who is a consumer. ആരാണ് കൺസ്യൂമർ? കൺസ്യൂമർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഒരു കൺസ്യൂംസ് ഗുഡ്സ്. കുറച്ചുകൂടെ ഒന്ന് വ്യക്തതയോടെ പറയാം. One who buys, one who avails both goods and services for his own use. That is, it is not for resale, not for business purposes. And this buying can be both online and offline. Moving to the features, you have almost 4 features of the Act, and first one is establishment of the Central Consumer Protection Authority, which can be abbreviated as CCPA. The second feature, rights of consumers. The third one, prohibition and penalty for a misleading advertisement. Fourth one, Consumer Disputes Redressal Commission. So we are moving on to the first feature. The first feature is what? To set up a Consumer Protection Authority. The Act provides the establishment of permits to set up a authority. Our authority is Central Consumer Protection Authority, which will protect, promote and enforce the rights of consumers. So the CCPA, which otherwise called CCPA, will regulate cases related to unfair trade practices, misleading advertisement and violation of consumer rights. So എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അന്യായമായ കച്ചവട രീതികൾ, തെറ്റായ രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ്, അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുക, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഏത് അതോറിറ്റി നിലകൊള്ളുന്നത്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. ഇതിനോടൊപ്പം തന്നെ ഇവർക്കൊരു സഹായി കൂടെ ഉണ്ട്. ആ സഹായി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരിൽ തന്നെ ഒരു 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 വിങ് ഉണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലുമൊക്കെ വയലേഷൻസ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സൂക്ഷ്മ നിരീക്ഷണ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു സെക്ഷൻ അവിടെ ഉണ്ട്. ഈ CCPAക്ക് ഉള്ള മറ്റൊരു റൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയലേറ്റേഴ്സിന്റെ മേല് ഉള്ള പെനാൽറ്റി, പണിഷ്മെന്റ് ചുമത്താനുള്ള അവകാശം ആർക്കാണുള്ളത്? CCPAക്ക് ഉള്ളത്. അവർക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, they can take away, means recall goods or withdraw services, discontinuation of unfair trade practices, ഒപ്പം തന്നെ reimbursing of price paid by the consumers. The CCPA will have an investigation wing to inquire and investigate violations, if any. It also has a right to impose penalty on the violators, if any, or to recall goods or withdraw services, discontinue unfair trade practices,
and reimburse the price paid by the customers. It will be headed by the Director General.